സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിച്ച് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും. വിൻസിക്ക് വ്യക്തിപരമായി നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ഷൈൻ ടോം പരസ്യമായി മാപ്പ് പറഞ്ഞു. ഒന്നും മനഃപൂർവ്വമായി ചെയ്തതല്ലെന്നും പലതും തമാശയായി പറഞ്ഞതാണെന്നും ഷൈൻ. താൻ ആരാധിച്ച വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിത അനുഭവം ഉണ്ടായതോടെയാണ് പരാതിപ്പെട്ടതെന്നും സ്വയം തിരുത്തിയ ഷൈനോട് ഇപ്പോൾ ബഹുമാനം മാത്രമാണെന്നും വിൻസിയും പ്രതികരിച്ചു. വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നപ്പോൾ വാർത്താ സമ്മേളനം വൈകാരിക നിമിഷങ്ങളിലേക്ക് വഴുതി. വ്യക്തിപരമായി പറയേണ്ട കാര്യമാണ്, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതുമാണ്. എന്നാലും എനിക്ക് പറയാനുള്ളത് പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ച ഐസി മീറ്റിംഗിലാണ് സംസാരിച്ചതാണ്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, പലതും തമാശയായി പറഞ്ഞതാണ്. പറയുന്നത് അതേപടി എല്ലാവരും എടുക്കണമെന്നില്ല. വേദനിപ്പിച്ചെങ്കിൽ മാപ്പെന്ന് ഷൈൻ ടോം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. മനഃപൂർവ്വമല്ലെങ്കിലും ഷൈൻ്റെ കുടുംബത്തെയും വേദനിപ്പിക്കേണ്ടി വന്നു. അത് സങ്കടമായി എന്നും ഉള്ളിലുണ്ടാകുമെന്ന് വിൻസി. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് ഫാമിലീനെ കുറേ ഡ്രാഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. അതിനുള്ള ഷൈൻ്റെ മറുപടി ഹൃദയം തൊടുന്നതായിരുന്നു. എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്നത്, എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്, എന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. സിനിമയിൽ വന്ന കാലത്തെ പരിചയമുള്ള അഭിനേതാവെന്ന നിലയിൽ ആരാധന തോന്നിയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിത അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പരാതി പറഞ്ഞതെന്ന് വിൻസി. ജീവിതത്തിൽ മാറ്റമുണ്ടാവേണ്ടത് നമ്മളിൽ നിന്നാണെന്നും ആ മാറ്റത്തിനുള്ള ശ്രമത്തിലാണ് താൻ ഇപ്പോഴെന്നും ഷൈൻ. പരസ്പരം മനസ്സിലാക്കി, പരസ്പരം ബഹുമാനിച്ച് ഇരുവരും. ഒരു സിനിമാ പ്രൊമോഷണൽ അഭിമുഖത്തിനപ്പുറം ആ സംസാരം വൈകാരിക തീക്ഷ്ണമായി. വിൻസിയും ഷൈനും അഭിനയിച്ച സൂത്രവാക്യം സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിക്കുന്നതിനാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. ഇതേ സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ടോം മോശമായി പെരുമാറിയെന്നും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും വിൻസി വെളിപ്പെടുത്തിയതോടെയാണ് വിവാദ തുടക്കം. പിന്നീട് ഷൈൻ ടോം ലഹരി ഉപയോഗം ഉപേക്ഷിച്ചതും വിമുക്തി ചികിത്സയ്ക്കായി ബാംഗ്ലൂരിൽ പോയതും അപകടത്തിൽ അച്ഛനെ നഷ്ടമായതുമടക്കം ഒരു പിടി സംഭവങ്ങളുണ്ടായി. വിവാദം ഒടുവിൽ ഇങ്ങനെ ശുഭപര്യവസായിയായി. ഈ മാസം 11-നാണ് സൂത്രവാക്യം പ്രേക്ഷകരിലേക്ക് എത്തുക. ന്യൂസ് മലയാളം, തൃശൂർ.